വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളൂ, കേരളം ഒരു ഭ്രാന്താലയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ ഒരു അടഞ്ഞ സമൂഹമാണ്, ഇന്ത്യക്കകത്തുള്ള കേരളം അതിലും അടഞ്ഞ സമൂഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പക്ഷേ ജാതി നിലനിൽക്കുന്നത് വളരെ മൃദുവായിട്ടുള്ള ഒരു ഫോമിലാണ് അത് നിലനിൽക്കുന്നത്. അതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല, പക്ഷേ ഒരിക്കലും അതിനെ കാണാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സാധനം. ഇനി കേരളത്തിൽ ജാതിയില്ല, വേടൻകാരനാണ് കേരളത്തിൽ ജാതി വന്നതെന്നൊക്കെ പറയുന്നത് വിഡ്ഢികളായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളെ നമുക്ക് കാണാൻ സാധിക്കും. റീസെന്റ് ആയിട്ട് വേടന്റെ 2-3 ഇന്റർവ്യൂസ് മെയിൻ സ്ട്രീം ചാനൽസിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, വേടന്റെ അടുത്ത് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേടൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ മറ്റൊരു രീതിയിലായിട്ട് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇതേ മെയിൻ സ്ട്രീം ചാനൽസ് തന്നെ വേടൻ വീണ്ടും ജാതി പറയുകയാണ് എന്നുള്ള രീതിയിലൂടെ നെഗറ്റീവ് സാധനം വീണ്ടും ആൾക്കാരോട് അത്തരത്തിൽ പോസ്റ്റുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതായത് വേടന് തെറിവിളികൾ കേൾക്കുന്ന രീതിയിൽ. അപ്പോൾ അത്തരത്തിൽ മാനിപ്പുലേറ്റഡ് ആയിട്ട് പോയിരിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഈ ഒരു വീഡിയോക്കത്തോടെ കിട്ടുന്നതായിരിക്കും. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയ്ക്ക് എങ്ങനെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ സിനിമയുടെ ഒരു ഡയലോഗാണ്. അച്ചടിച്ച പുസ്തകത്താളുകളിൽ നാം കണ്ട ഇന്ത്യ അല്ല യഥാർത്ഥ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ചരിത്രങ്ങൾ നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്ത് വരുന്ന പോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. നമ്മളത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി കൃത്യമായിട്ട് അത് പേപ്പറിൽ എഴുതി വെക്കുന്നു, മാർക്ക് വാങ്ങുന്നു, നമ്മൾ പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആ പഠിച്ചിരിക്കുന്ന ചരിത്രത്തിന് മുന്നേയും ആ ചരിത്രത്തിന് ശേഷം അല്ലെങ്കിൽ അതിനകത്തുള്ള കൂടുതൽ ക്ലാരിറ്റി ഒന്നും നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. പക്ഷേ ആ കിട്ടാത്ത ക്ലാരിറ്റിനെ പറ്റിയിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, നീ പേടിക്കണം, നീ ഭയക്കണം, നിന്നെ ചിലപ്പോൾ കാക്ക കൊത്തും എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഭീഷണിയുടെ സ്വരങ്ങളുമായിട്ട് ചില ആളുകൾ വരുമ്പോൾ നമ്മളതിനെപ്പറ്റി സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മീനാക്ഷി, ആക്ട്രസ് ആയിട്ടുള്ള മീനാക്ഷി തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ആൻഡ് ഇതിനുശേഷം ഇതിനെക്കുറിച്ച് മീഡിയാസ് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ബൈറ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഈ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരാളാണ്, അപ്പം നമുക്ക് പഠിക്കാനുള്ളതിലും ഒരുപാട് നല്ല നല്ല കഥകളും ഈ ദളിത് വിഭാഗത്തിന്റെ ഒരു നല്ല കഥയും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇത് പഠിക്കുന്ന സമയത്താണ് ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ടേ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും നമ്മളത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. അത് അൺടച്ചബിൾസ് എന്നാണ് അവരെ പറയുന്നത്. അതായത് ജാതി പിരമിഡ് നോക്കി കഴിയുമ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ദളിത് എന്നിട്ട് ഒരു ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചരിത്രം പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്, നിർബന്ധമായിട്ടും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മുൻപത്തെ കാര്യമാണല്ലോ, നടന്നു കഴിഞ്ഞ കാര്യത്തിനാണ് നമ്മൾ ചരിത്രമായിട്ട് രേഖപ്പെടുന്നത്. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ പണ്ടുള്ള കാലം അല്ലെങ്കിൽ മുൻപുള്ള കാലം ഇങ്ങനെയായിരുന്നു എന്ന് അടയാളപ്പെടുത്താനായിട്ട് ഇതൊക്കെ ആവശ്യമാണ്, ഈ ടേംസ് ഒക്കെ ആവശ്യമാണ്. ശരിയാണ്. പക്ഷേ ഈ ദളിത് എവിടെ നിന്നുണ്ടായി, ആരവരെ ഇങ്ങനെ ആക്കി, ആരവരെ ഇങ്ങനെ കണ്ടു എന്നുള്ളതും കൂടെ പഠിക്കുന്നത്. ദളിത് എന്ന വാക്കിന്റെ അർത്ഥം ആക്ച്വലി ഈ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ, ചിതറിക്കിടക്കുന്ന ആൾക്കാരെന്നാണ് അതിന്റെ അർത്ഥം. പല വിഭാഗത്തിൽപ്പെട്ട പല കുലത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ചതാണ് പിന്നീട് ദളിത് എന്ന് പറയുന്ന വിഭാഗമായിട്ട് മാറിയത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതല്ല, ഇത് ആരും എന്നെ പഠിപ്പിച്ചതല്ല, ഇത് ഞാനായിട്ട് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവാണ് കേട്ടോ. ഇങ്ങനെ ഇതും കൂടെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലും അവരുടെ ശാരീരികമായ പ്രയത്നത്തെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മോശമായി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു വിഭാഗം താഴ്ന്ന ജാതിയാണെന്നും അല്ലെങ്കിൽ ആരൊക്കെയോ അവർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നും നമ്മളെ പഠിപ്പിക്കും. മീനാക്ഷി ഇവിടെ പറഞ്ഞിരുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഈ ഒരു ജാതി വർണ്ണ വിവേചനങ്ങൾ ഉണ്ടായിരുന്നില്ല, മേൽജാതി കീഴ്ജാതി എന്ന് പറഞ്ഞുണ്ടായിരിക്കുന്ന ഈ ഒരു വിവേചനങ്ങളെ കുറിച്ചിട്ടും ആൻഡ് ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കണമെന്നും എന്തൊക്കെ കൂടുതൽ അറിയണമെന്നും ഈ പറയുന്ന ഓരോ വാക്കുകളും വേടന്റെ വരികൾ പോലെ തന്നെ മൂർച്ചയുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ ഇതൊന്നും കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നില്ല? പക്ഷേ കൃത്യമായിട്ട് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നിന്റെ ജാതി ഏത്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടുത്ത് കുറെ സർട്ടിഫിക്കറ്റുകൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നില്ല? ഒരു തെറ്റായ ധാരണയാണ്. കാരണം നമ്മൾ അവർക്ക് അല്ലെങ്കിൽ ആരും അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ആൾക്കാരല്ല, അവർക്കുള്ള അതേ സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്കുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റ സ്പീഷീസ് ആണെന്നും ഇതൊക്കെ ആരൊക്കെയോ കൊണ്ടുവന്ന സംഭവങ്ങളാണെന്നും ആരിവരെ എങ്ങനെ ആക്കി, ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഇങ്ങനെ വേർതിരിവുകളോട് കൂടി കാണുന്നത് തെറ്റാണ് എന്നും കൂടെ പഠിപ്പിച്ചാൽ നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള അറിവായിരിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയായിരുന്നു, പക്ഷെ ഇന്നിങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നോ, ഇത് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ആകെ പഠിക്കുന്നത് ഈ ജാതി പിരമിഡുകളും ഇവരുടെ പേരുകളും ഒക്കെയാണ്. ഇവർ എന്ത് വർക്കാണ് ചെയ്തിരിക്കുന്നത്, ഇന്ന ആൾക്കാർ എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാതെ ഇത് എവിടെ നിന്ന് വന്നു എന്നോ ആരാണ് ഇവരെ ഇങ്ങനെ ആക്കിയതെന്നോ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. അങ്ങനെ മാറിയിരുന്നെങ്കിൽ എന്നൊരു ഇതുണ്ട്. ഇങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും വലുതാണ്. എനിക്കും 2 അനിയന്മാരാണുള്ളത്. അപ്പം ഞാനും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. പുസ്തകം നോക്കി പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരികയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം അത് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമല്ല, സത്യം പറഞ്ഞാൽ ഇപ്പൊ അത് നമ്മുടെ റൈറ്റ് ആണ്. ശരിയായ അറിവ്, ശരിയായ പഠനം എന്നുള്ളത് നമ്മുടെ റൈറ്റ് ആണ്. അപ്പം അങ്ങനെ കൂടെ മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. ഇപ്പൊ നമുക്കത് ഒരുപാട് ഓപ്ഷൻസ് ആണ്. അതിനുവേണ്ടി നമുക്ക് കോർട്ടിലും ഒക്കെ പോകാനുള്ള ഇതുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ അച്ഛൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും അങ്ങനെ പോകാനായിട്ട് ആഗ്രഹം. സത്യം പറഞ്ഞാൽ മീനാക്ഷി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള റെസ്പെക്ട് ആണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത്തരത്തിലെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ അഡ്മിഷന് പോകുമ്പോൾ തന്നെ ചോദിക്കാറില്ലേ? ഇതൊക്കെ പലരും പറയുന്നത് ഇത്തരത്തില് പല ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര കാര്യങ്ങളൊക്കെയാണ് പലരും
പറയാറുള്ളത്. പക്ഷെ അങ്ങനെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സാമ്പത്തികമായിട്ടുള്ള സഹായം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് റേഷൻ കാർഡോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റോ മതിയാവുമല്ലോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ. ആ ഒരു സ്ഥാനത്ത് ജാതി തെളിയിക്കുന്ന കാർഡ് തന്നെ വേണം എന്നൊക്കെ വാശി പിടിക്കുന്ന നമ്മുടെ സ്കൂളുകളാണ്. എന്നിട്ട് ആ സ്കൂളുകളിൽ നമ്മളെ ഈ ഒരു ചരിത്രം പഠിപ്പിച്ചു തരുമ്പോൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് ഇതിനകത്തിലെ ഫുൾ ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് അറിയേണ്ടുന്ന കൂടുതൽ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതോടെ നമ്മൾ പഠിക്കേണ്ടുന്നതല്ലേ എന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നീ ആരാണ് ചോദിക്കാൻ, നീ പേടിക്കണം എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാലോ. ഇത് പറഞ്ഞേക്കുന്ന വേറെ ആരുമല്ല, അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആരാന്ന് അറിയാത്ത ആൾക്കാർ ചുമ്മാ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഹോ ഈസ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന്. പല കേസുകളൊക്കെ പുള്ളി ഇൻവോൾവ് ആയേക്കുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന ഈ കൊച്ചിനെ മിക്കവാറും കാക്ക കുത്തുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. അതെന്നെ അല്ലേ നമ്മൾ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിവ് ഇനിയും നേടണം എന്നൊക്കെ പറയുമ്പോഴേക്കും കാക്ക കുത്തിക്കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് എന്തൊരവസ്ഥയല്ലേ. പിന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, നമ്മൾ സൂക്ഷിക്കണം. പേടിപ്പിക്കുകയാണോ, ഭീഷണിയുടെ ഒരു സ്വരമാണോ ആ കേട്ടത് നമ്മൾ? അപ്പം അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾക്ക് ഒരുപക്ഷെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഈ വകതിരിവ് വിവരം എന്ന് പറയുന്ന സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ലാത്തത് ഇപ്പം നമ്മുടെ ആരുടെയും കുറ്റമല്ല. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യം തന്നെയാണ്. ഈ രാജ്യം ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല എന്നുള്ളത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്താണെങ്കിലും ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് വേടൻ റീസെൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂവിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ജീവിതകാലം മുഴുവൻ മണ്ണിൽ പണിയെടുത്തിട്ടും വേടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ രൂക്ഷമായൊരു വിഭവാധികാര പ്രശ്നത്തെ കൂടിയാണ് വേടൻ അഡ്രസ്സ് ചെയ്തത്. വേടൻ ഇന്ന് ഒരുപക്ഷെ പണം ഉണ്ടായിരിക്കാം, വേടൻ ഇന്ന് ഭൂമി വാങ്ങാൻ സാധിച്ചേക്കാം, അല്ലെങ്കിൽ വീട് വെക്കാൻ സാധിച്ചേക്കാം. പക്ഷേ വേടൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിന് കഴിയാതിരുന്ന ആ ഒരു സിസ്റ്റം അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തോട് വേടൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, എങ്ങനെ തോന്നുന്നത് ആ ഒരു സിസ്റ്റം ഇപ്പോഴും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ? അപ്പോൾ കേരളത്തിൽ ദളിത് ആദിവാസി ജനങ്ങളുടെ മാറ്ററിനെ കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൗണ്ടർ വയ്ക്കാൻ വേണ്ടി എടുത്തിടുന്ന ഒരു വാക്കാണ് കേരളത്തിലാണ് ഭൂപരിഷ്കരണ നിയമമൊക്കെ നടന്ന്, ലൈക്ക് മനസ്സിലായോ? അത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ് അത് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ഭൂപരിഷ്കരണ നിയമം ആർക്കാണ് ഉപകാരപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ സ്റ്റഡി വെറുതെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് റിസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഇവിടെയുള്ള പട്ടികജാതിക്കാരെ കളിയാക്കുന്ന ഒരു പരിപാടിയില്ലേ, അതേ സെയിം മെത്തേഡായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ ഇന്ത്യയിൽ ലൈക്ക് ഇപ്പോൾ വേടൻ്റെ കയ്യിൽ കാശുണ്ട്, വേടൻ കാർ വാങ്ങാനും വീട് വാങ്ങാനൊക്കെ വേടനെ പറ്റുന്നുണ്ട്. പക്ഷേ വേടൻ പട്ടികജാതിക്കാരനെ അല്ലാതെ ആയി മാറുന്നില്ല ഒരിക്കലും. വേടൻ ഇവിടെ പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ റിസർവേഷൻ കളിയാക്കുന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞേക്കുന്നത് എനിക്ക് അത്തരത്തിൽ തന്നെയാണ് ഫീൽ ചെയ്തേക്കുന്നത്. കാര്യം ഇപ്പോഴും നമുക്കിടയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കിടയിലോട്ട് ഈ ഒരു സാധനം, ഈ ഒരു അകൽച്ച ഇഞ്ചക്ട് ചെയ്ത് വെക്കുകയാണ്. ഇന്നൊരു വിഭാഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇഞ്ചക്ട് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ഉള്ളിലോട്ട് ഈ ഒരു കാര്യം ചെയ്തത്. കാര്യം ഇപ്പോഴും നാട്ടുപുറങ്ങളിലൊക്കെ ഇത്തരത്തിൽ അത്യാവശ്യം പ്രായമായിട്ടുള്ള ആൾക്കാർ ഈ ജാതി വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇവൻ ഇന്ന ജാതിയിലെ പെട്ട ഒരാളല്ല, അല്ലെങ്കിൽ ഇവൻ ഇന്നൊരു ജാതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. കാര്യം ഈ ജാതി എന്നുള്ള സാധനം ഇപ്പോഴും രേഖകളിലൊക്കെ രേഖപ്പെടുത്തേണ്ടി വരുന്നതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും ചർച്ചയാവുന്നതും ഈ ഒരു ഡിഫറൻസിയേഷൻ നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ടാവുന്നതും. നമ്മുടെ പൂർവികന്മാരും മണ്ടന്മാരും ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണ് ഈ ജാതി വർണ്ണ വിവേചനങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും നമ്മളത് മറ്റൊരു രീതിയിലോട്ട് ഫോളോ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കുന്ന ഒരാൾക്ക് ഈ ജാതിയുടെ അല്ലെങ്കിൽ ഇങ്ങനെ വിവേചനത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ അകൽച്ചയുടെ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഈക്വലാണ്. ഒരാൾ മുകളിലും ഒരാൾ താഴെയൊന്നുമല്ല, എല്ലാവരും ഈക്വൽ തന്നെയാണ്. പിന്നെ പറഞ്ഞേക്കുന്ന രണ്ടാമത്തെ കാര്യം, വേടൻ ഇപ്പോൾ എത്ര പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, എത്ര കാറുകൾ വാങ്ങിയെന്ന് പറഞ്ഞാലും മറ്റേ എൻ്റെ വേടൻ പട്ടികജാതിക്കാരനല്ലാണ്ടായി മാറുന്നില്ല എന്ന് പറഞ്ഞേക്കുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ. കാരണം ഇത് ജാതി നമ്മൾ മനുഷ്യന്മാരെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോൾ വേടൻ പഞ്ചായത്ത് ഓഫീസിൽ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വേടൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ അപ്പം ആ ഒരു അപേക്ഷ നൽകുക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേടൻ്റെ അടുത്ത് നേരെ ചോദിക്കുന്നത് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും അല്ലേ. ഒരുപാട് രേഖകളുടെ ഒപ്പം ഈ ഒരു കാര്യം നമ്മൾ കൊണ്ട് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ളിടത്ത് നമ്മൾ മനുഷ്യൻ ആണ് എൻ്റെ ജാതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന നടപടി കാര്യങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കുമോ? ഇല്ല. അവിടെ ഈ പറഞ്ഞ ജാതി രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. അതാണ് വേടൻ ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു സാധനത്തെ ഇവർ ഈ മീഡിയാസ് തന്നെ പിന്നീട് അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് അതിനെ മറ്റൊരു രീതിയിലോട്ടാണ് ആൾക്കാരിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു കളക്ടർ സുഹൃത്ത് പുള്ളിക്കാരൻ്റെ ജീവിതാനുഭവങ്ങളെ ഇടയ്ക്ക് നമ്മളിങ്ങനെ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതി നടക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത് എന്നാണ്. അത് ഭയങ്കര ഓപ്പണാണ് ആ സാധനം ഉള്ളത്. ഇപ്പോൾ നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരമ്മ പട്ടികജാതിക്കാരായിട്ടുള്ള ഒരമ്മ റിട്ടയർഡായി പുറത്ത് പോയപ്പോൾ അവരിരുന്നിരുന്ന സ്ഥലം ശുദ്ധകലശം ചെയ്തിട്ടുള്ള ഈ അടുത്താണ്, 2 മാസം മുന്നാണ് അത് നടന്നത്. അപ്പോൾ ഇവിടെ ഒരു പട്ടികജാതിക്കാരൻ എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര കാശുണ്ടാക്കിയാലും അവൻ ഏറ്റവും അവസാനം പട്ടികജാതിക്കാരൻ തന്നെയാണ് ആവുന്നത്. അവൻ അതിൽ നിന്നൊരു മോക്ഷമില്ലാത്തൊരവസ്ഥയാണ്. അത് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും ഈ പറയുന്ന ജാതി വ്യവസ്ഥയെ പൂർണ്ണമായി തുടർന്ന് നിൽക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ അത് തെറ്റിയാണ്. എനിക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് ഒറ്റയടിക്ക് നടക്കുന്ന ഒരു കാര്യമല്ല. മേ ബി പല നൂറ്റാണ്ടുകളെടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഇതിപ്പോൾ വേടൻ ഒറ്റയ്ക്ക് ഒരാൾ പാട്ട് പാടിയതുകൊണ്ടോ ഇനി ഒരു 10 അംബേദ്കർ വന്നുകൊണ്ടോ തീരുന്നൊരു കാര്യമല്ല അത്.
ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ജനങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെ തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ എഡ്യൂക്കേഷൻ്റെ ആവശ്യം. ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് അത് നടക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അത് തന്നെയല്ലേ മീനാക്ഷി സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മീനാക്ഷി ആ കാര്യം എന്ന് പറഞ്ഞപ്പോഴല്ലേ ഈ പറയുന്ന അഡ്വക്കേറ്റ് വന്നിട്ട് പറയുന്നത് കാക്ക കുത്തിക്കൊണ്ട് പോകും മോളെ നീ സൂക്ഷിക്കണമെന്ന്. അപ്പോൾ ഈ രാജ്യത്ത് നമ്മുടെ ഒരു കാര്യം സംസാരിക്കാനെ കൊണ്ട്, ചോദ്യങ്ങൾ ഉന്നയിക്കാനെ കൊണ്ട് നമ്മൾ ഇതുപോലുള്ള കീടങ്ങളെ നമ്മൾ പേടിക്കണോ? ഒരു അഡ്വക്കേറ്റ് ആണ്, ഇയാൾ എഡ്യൂക്കേഷൻ ഉള്ള ഒരാളൊക്കെ ആയിരിക്കും എന്ന് കരുതിയിട്ട് തലച്ചോറ് ഏതെങ്കിലും ചാണാക്കുഴി കൊണ്ട് വെച്ചേക്കുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലടേ. ഇങ്ങനെ കുറേ കീടങ്ങളുണ്ട്. നേരെ നമ്മൾ ഇതൊക്കെ സംസാരിക്കാൻ സൂക്ഷിക്കണം. അതാണ് കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ടുന്ന വലിയൊരു മാറ്റമുണ്ട്. ആ മാറ്റം ഉണ്ടാവാണ്ടിരിക്കുമ്പോൾ സ്റ്റിൽ നമുക്കിടയിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് കൂടുതൽ അറിവുകൾ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ മുളയിലേ നുള്ളുക എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ ജാതി വർണ്ണ വിവേചനങ്ങളൊക്കെ നിലനിൽക്കണമെന്ന് ആർക്കൊക്കെയോ താല്പര്യമുള്ളതുപോലെയാണ് എനിക്കിത് കേട്ടപ്പോൾ, ഇത് കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം വേടന്റെ മൂർച്ചയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഇവിടെ പല ആളുകൾക്കും കുരു പൊട്ടുന്നുണ്ട്. കാര്യം അവരുടെ പല ആവശ്യങ്ങളും ഇവിടെ നടക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അതേപോലുള്ള ഓരോ യുവത്വങ്ങൾ ഇത്തരത്തിൽ വന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇവിടുത്തെ നമ്മുടെ കാരണവന്മാർക്ക് അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കാണ്ട് പോവോ എന്നുള്ള പേടിയാണോ ഇത്തരത്തിൽ നിങ്ങൾ പല ആളുകളെയും ഇത്തരത്തിൽ മുളയിലേ നുള്ളാൻ ശ്രമിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഈ മതം വിറ്റുകൊണ്ട് രാഷ്ട്രീയം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ജാതി വർണ്ണ വിവേചനങ്ങളും ഇതിനകത്ത് ഇപ്പോഴും നിലനിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് എമ്മമാരെ നിങ്ങളുടെ ആവശ്യം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്, അതിവിടെ ചോദിക്കാൻ ചെയ്യും. കാരണം ഈ രാജ്യം ഒരുത്തൻ്റെ തന്തയുടെ വകയല്ല അഡ്വക്കേറ്റ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. എന്താണെങ്കിലും കുറച്ചധികം കാര്യങ്ങൾ കൂടി നമ്മുടെ വേടൻ ഇന്റർവ്യൂ സംസാരിക്കണം. നമുക്ക് അതോടൊന്ന് കേൾക്കാം. കേരളത്തിൽ ജാതി ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലായിടത്തും ജാതിയുണ്ട്. അതിനൊരു മറന്നേക്ക് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട്. അത് നമ്മളതിനെ ഒരിക്കലും നമ്മളെ ബ്ലൈൻഡ് ആക്കുന്ന ഒരു കണ്ണാടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ഒരു ജാതി കണ്ണാടി വെച്ചിരുന്നു നമുക്ക് ജാതി കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നീ അത് പ്രാക്ടീസ് ചെയ്യണം, പക്ഷേ നീ അത് കാണാൻ പാടില്ല എന്നുള്ളത്. ഞാൻ ആ കണ്ണാടി അഴിച്ചു വെക്കാൻ ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതുണ്ട്, അത് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം ആ ഇൻഇക്വാലിറ്റിയാണ്. അതില്ലാതെ ഏത് വൈദേശിക ഐഡിയോളജികൾ നിങ്ങൾ ഇന്ത്യക്കകത്ത് കൊണ്ട് വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ജാതിയുടെ ബേസിസിൽ മാത്രമേ വർക്കാവുള്ളൂ. ആദ്യം ജാതി ഇല്ലാതാക്കാം. വേടൻ ജാതി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുക. സത്യത്തിൽ വേടനാണോടെ ഇവിടെ ജാതി പറയുന്നത്? ഇപ്പം ഈ RSSലുള്ള ഈ ശശികല ടീച്ചർ, NR മധു, ഇവരെ പോലുള്ള ആൾക്കാർ, ശശികല ടീച്ചറൊക്കെ മറ്റേ മുസ്ലിങ്ങൾക്കൊരു കടൽ, ക്രിസ്ത്യാനികൾക്കൊരു കടൽ എന്ന് പറഞ്ഞിട്ട് കടലിന് ജാതി ചേർത്ത് പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ മതം ചേർത്ത് പറഞ്ഞേക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. എന്നിട്ട് ഷവർമ എന്ന് പറയുന്ന ആ ഒരു ഷവർമയുടെ ആ പേര് മാറ്റണം. കാര്യം ഷാ കഴിഞ്ഞ് വരുന്ന വർമ്മ അത് ഹിന്ദുക്കളുടെ പേരാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വിവരക്കേട് ചാണകം തുപ്പുന്ന കുറേ ഇങ്ങനത്തെ NR മധുവിനെ പോലുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എതിരെ ഈ സാധനങ്ങൾ ആൾക്കാരിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് ഇവർ നേടാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം അതിനെതിരെയാണ് വേടന്റെ വരികൾ വരുന്നത്. അത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും പൊള്ളും. അത് മാത്രമല്ല, വേടന്റെ കാര്യം തന്നെ ഇങ്ങനെ എന്തിനാ എടുത്തു പറയുന്നത്? മീനാക്ഷി അങ്ങനെ ഒരു FB പോസ്റ്റ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കൂടുതൽ അറിവുകൾ നേടണം എന്ന് പറഞ്ഞപ്പോൾ ആ അറിവ് നീ നേടണ്ട, അങ്ങനെ നീ നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ചില പരിപാടികൾ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭീഷണിയുടെ സ്വരമായിരുന്നു. സൂക്ഷിക്കണം നീ, ഇല്ലെങ്കിൽ കാക്ക കുത്തിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ അഡ്വക്കേറ്റിന്റെ ആ ഒരു പോസ്റ്റ്. ഒരു 50 ലക്ഷം രൂപ തരാം, വേടൻ ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയ വേദി പോയി വേടൻ സംസാരിക്കുക ചോദിച്ചാൽ വേടൻ സമ്മതിക്കും? ഇഷ്ടമില്ലാത്തൊരു രാഷ്ട്രീയ വേദിയിൽ പോയിട്ട് ഞാൻ ആ രാഷ്ട്രീയത്തെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നാണ്. അങ്ങനെ വേടൻ ആ വേദിയിൽ വേണം പോകണം. ഓക്കെ, പിന്നെ ഞാൻ RSS നടത്തുന്ന വേദിയിലേക്ക് പോയി. എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എതിർക്കുകയും എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മേഖലയാണുള്ളത്. ഒരു RSS വേദിയിലൊക്കെ കയറിയിട്ട് ഞാൻ നീർനിലങ്ങളിൽ അടിമയാരുടമയാരെന്ന് പാടാനൊക്കെ എനിക്ക് പറ്റും. 50 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞാൻ പോയി പാടും. കാശ് തരേണ്ട ആവശ്യമൊന്നുമില്ല. RSS വിളിക്കണം ഞാൻ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. ആ പാട്ട് അല്ല, എല്ലാ പാട്ടും ഞാൻ പാടും. എൻ്റെ ആ പാട്ടും പാടും. അതിൻ്റെ ഇടയിൽ നമുക്ക് അതൊന്നും, ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയാണല്ലോ. ഞാൻ എപ്പോഴും മനുഷ്യപക്ഷത്താണ് നിൽക്കുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവരാരും മനുഷ്യന്മാരല്ല എല്ലാം എന്നല്ല ഞാൻ പറയണത്. ലൈക്ക് അവരുടെ ആ കണ്ടീഷനിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്. അത് ജാതി കണ്ടീഷനിങ് ആണ്. അത് മനുഷ്യനായി കാണാത്തൊരു സിസ്റ്റം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 50 ലക്ഷത്തിന്റെ കാര്യം ഇവിടെ വേടൻ ഫ്രീ ആയിട്ട് ഒന്ന് പാടാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കൂലേ? കാര്യം അവർക്ക് വേടനെ പേടിയാണ്. വേടൻ അവിടെ ഒന്ന് പാടിക്കഴിഞ്ഞാൽ ഇവരുടെ മുട്ടിടിക്കും, മുട്ട് വിറയ്ക്കും. കാര്യം വേടൻ എന്തെങ്കിലും അവർ ചെയ്തു കളയും. കാര്യം വേടൻ പാടുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും പേടിയിരിക്കുന്നത്. എന്തിനാണ് പറയുന്നത്? മീനാക്ഷി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ആണെങ്കിൽ മുറവിളി കൂട്ടിക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. നേരത്തെ വേടന്റെ വിഷയമൊക്കെ ഇങ്ങനെ കത്ത് നിന്ന ടൈമിൽ വേടനെ ഈ RSSകാരൊക്കെ ഇനി ഒരിക്കലും ക്ഷേത്രങ്ങളിൽ പാടിക്കില്ല, അമ്പലത്തിൽ പാടിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ ക്ഷേത്രങ്ങളുടെ ഈ അമ്പലങ്ങളുടെ ഒക്കെ ഈ ഒരു അധികാരം ഇവർക്കാരാണ് കൊടുത്തതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ആ സിസ്റ്റത്തിനെതിരെ എനിക്കുണ്ട് RSSലേക്ക് പണിയെടുക്കുന്ന കുറേ അനിയന്മാർ. പിന്നെ കാരണം അപ്പോൾ ഇങ്ങനെ ഈ RSS ശാഖയുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഇങ്ങനെ കൊല്ലണം വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ വരുമ്പോൾ നമ്മുടെ അടുത്തുള്ള പിള്ളേരൊക്കെ ഉണ്ട് RSSനകത്ത് പ്രവർത്തിക്കുന്നത്. അവർ ഇത് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് തരും, ചേട്ടാ സൂക്ഷിക്കണേ ചേട്ടാ, ഇങ്ങനെയൊക്കെ പറയണ്ട ചേട്ടാ എന്നൊക്കെ പറയണത്. പിന്നെ പേടിക്കാണ്ടിരിക്കുമോ മനുഷ്യൻ്റെ? ഞാൻ എൻ്റെ വീട്ടിൽ CCTV ക്യാമറ വെച്ച് പേടിച്ചിട്ട് പേടിയില്ലാതിരിക്കുമോ? പിന്നെ RSSനെ പേടിക്കണം. അവർ അത്രയും വലിയ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിനെ പേടിക്കാതെ എങ്ങനെ ഇരിക്കുന്നത്? പിന്നെ ഞാൻ ഇപ്പോൾ ചേട്ടൻ പറയല്ലോ പവർഫുൾ ആണെന്നൊക്കെ പറയുള്ളൂ. അങ്ങനെ അത്രയും പവർഫുൾ, അത്ര RSSനൊക്കെ വലിയ പവർഫുൾ ആയിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല.
അപ്പോൾ RSSനെ പേടിച്ചേ പറ്റും. എനിക്ക് നല്ല പേടിയുണ്ട് RSSന്. എനിക്ക് ആ രാഷ്ട്രീയത്തെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഭയങ്കര പേടിയുണ്ട് എനിക്ക് ആ രാഷ്ട്രീയത്തിന്, RSS രാഷ്ട്രീയത്തിന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. പക്ഷേ എനിക്ക് മിണ്ടാതൊരു വഴിയില്ല, നമുക്കത് മിണ്ടിയേ പറ്റൂ. ആ പേടി നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ പേടിയുണ്ട്, നല്ല പേടിയുള്ള ആളാണ് ഞാൻ. ചാവാതിരിക്കാനെങ്കിലും പാടെടുത്തേ നാടൻ തീർച്ചയായിട്ടും ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പാടുന്നത്. അപ്പോൾ അത് പേടിയുണ്ടെങ്കിലും അത് ലൈക്ക് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പേടിക്കണം. RSSനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്താൻ എല്ലാവരും പേടിക്കണം. നമ്മൾ ഈ പറയുന്ന ചരിത്രത്തെ പറ്റിയിട്ട് ഇതിനകത്തുള്ള കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് അറിയണം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നൊക്കെ പറയുകയും നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പേടിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ BJP ഭരിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം നമ്മൾ ഈ ഒരു നാട്ടിൽ കേരളത്തിൽ നമുക്ക് ഇത്രയും കിട്ടുന്നത്. ഇവിടെ ഇപ്പം BJP ഇവിടെ വരണം എന്നൊക്കെ പറയുന്ന മുറവിളി കൊട്ടുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റിയേ. അങ്ങനെ നാട്ടിൽ നമ്മുടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ശബ്ദമുയർത്തി ഒന്നും സംസാരിക്കാൻ പറ്റില്ലടേ. ഇവിടെ നമ്മുടെ കേരളം ഇപ്പോൾ BJP അല്ല ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോലും ഇങ്ങനെ ഒരു FB പോസ്റ്റ് ഇട്ടതിന് നിന്നെ കാക്ക കൊത്തിക്കൊണ്ട് പോകും, നീ സൂക്ഷിക്കണമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ, അതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പറയുന്നതായിട്ട് നമ്മളെ കണ്ടു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പേടിക്കണം. പിന്നെ വേടൻ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് എൻ്റെ പല വീഡിയോസിലും പറഞ്ഞു, എനിക്ക് ഈ പറയുന്ന RSSലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നല്ലവരായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന RSSലെ BJP ഇപ്പം ഏത് പാർട്ടിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ നല്ലവരായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരെൻ്റെ ഒപ്പം നിൽക്കും. നീ പറഞ്ഞ കാര്യമാണെങ്കിൽ കാര്യമാണെന്ന് പറയാം, ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയും. അതിനകത്ത് വേറൊരു നെഗോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ വേടൻ്റെ കാര്യം പറഞ്ഞത് കൂട്ടത്തിൽ ഈ വേടൻ്റെ ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ കേസ് ഉണ്ടായിരുന്നല്ലോ ഈ അടുത്തുള്ള ആ കേസൊക്കെ കഴിഞ്ഞിട്ട് വേടൻ ഫസ്റ്റ് പാടാൻ വരുന്നത് ഞങ്ങളിവിടെ കോന്നിലാണ്. കോന്നിൽ ഈ ഫെസ്റ്റ് നടക്കുന്ന ടൈമിൽ വേടൻ പാടാൻ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കണം. അപ്പോൾ കൂട്ടത്തിൽ കൂടുതൽ RSSകാരായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം വരാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അത്യാവശ്യം കാര്യമായിട്ട് നിൽക്കുന്ന ഒരു പുള്ളിയാണ്. അപ്പം ഞാൻ ഉള്ളതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്, ഇല്ലടാ എനിക്കന്ന് വേറൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി എന്ന ആ പരിപാടിക്ക് വരാത്തതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം അറിയാം. അത് വേടൻ എന്ന് പറയുന്ന ഒരൊറ്റ പേരുകൊണ്ട് തന്നെയാണ് പുള്ളി അവിടെ വരാത്ത കാര്യം. RSSനെതിരെ കൂടുതലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. പിന്നെ പുള്ളിയുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാനും പിന്നെ അതിനകത്ത് കൂടുതൽ സംസാരിക്കാൻ പോയില്ല. പക്ഷേ ബാക്കിയുണ്ടായിരുന്ന നമ്മുടെ കൂടുതൽ സുഹൃത്തുക്കളുണ്ടായിരുന്ന RSS തന്നെയുള്ള അവർ ഞങ്ങളുടെ കൂടെ വന്നു ആ പാട്ട് എൻജോയ് ചെയ്തു, കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ചിന്തിക്കാൻ ബോധമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ മെജോറിറ്റിയും ഇങ്ങനെ വിവരം ബോധമില്ലാത്ത കുറേ ആൾക്കാരാണ്. എന്ത് ചെയ്യാൻ പറ്റും? എന്താണെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.